ഹലോ ഫ്രണ്ട്സ്, ഞാൻ ഇന്ന് വന്നേക്കുന്നത് തന്തൂരി ചിക്കൻ്റെ റെസിപ്പിയുമായിട്ടാണ്. വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് വീട്ടിൽ തയ്യാറാക്കാൻ പറ്റിയ റെസിപ്പിയാണിത്. അതിനായിട്ട് ഒരു ബൗൾ എടുത്ത് അതിലേക്ക് 2 ടീസ്പൂൺ കോൺഫ്ലവർ, 2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 1 ടീസ്പൂൺ പെപ്പർ പൗഡർ, 1 ടീസ്പൂൺ ഗരം മസാല, 1 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, 2 ടീസ്പൂൺ ലെമൺ ജ്യൂസ്. ഞാനിവിടെ മാഗി ക്യൂബ്സ് 1 പീസ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് ഓപ്ഷണലാണ്, നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ചേർത്താൽ മതി. ഇത് ചേർത്ത് കഴിഞ്ഞാൽ ഒന്നുകൂടെ ടേസ്റ്റ് കൂടും. 1 ടീസ്പൂൺ കോക്കനട്ട് ഓയിൽ, ആവശ്യത്തിന് ഉപ്പ്. ഇതെല്ലാം ഇട്ടതിന് ശേഷം നന്നായിട്ടൊരു വിസ്ക് വെച്ച് മിക്സ് ചെയ്ത് കൊടുക്കുക. ഞാനിവിടെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇത് നമുക്കിനി മാറ്റി വെക്കാം. തന്തൂരി ചിക്കൻ ഉണ്ടാക്കാൻ വേണ്ടി ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഫുൾ ചിക്കനാണ്. ഏകദേശം 1.5 കിലോ ചിക്കൻ ഉണ്ടാകും. ചിക്കൻ നന്നായി വാഷ് ചെയ്ത് അതിലെ വെള്ളമൊക്കെ നന്നായിട്ട് കളഞ്ഞിട്ട് വേണം എടുക്കാനായിട്ട്. ഇനി ചിക്കനിൽ ഒരു ഫോർക്ക് വെച്ച് നന്നായിട്ടൊന്ന് കുത്തി കൊടുക്കുക. ഇങ്ങനെ ചെയ്യുന്നത് നമ്മൾ ചിക്കനിലേക്ക് മസാല തേക്കുമ്പോൾ നന്നായിട്ട് പിടിക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച മസാല ചിക്കനിലേക്ക് നന്നായിട്ട് തേച്ച് കൊടുക്കുക. മസാലയൊക്കെ നന്നായിട്ട് ചിക്കനിലേക്ക് തേച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രിഡ്ജിലേക്ക് വെച്ച് 8 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. നമ്മൾ കുക്ക് ചെയ്യുന്നതിന് 1 മണിക്കൂർ മുന്നേ ഇത് പുറത്തെടുത്ത് വെക്കണം. 8 മണിക്കൂറിന് ശേഷം ഞാൻ ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ടുണ്ട്. ഞാൻ ഓവനിലാണ് കുക്ക് ചെയ്യുന്നത്. അതിനായിട്ട് നമുക്ക് ഓവനൊന്ന് പ്രീ ഹീറ്റ് ചെയ്യാൻ വെക്കാം. ഞാനിവിടെ 200 ഡിഗ്രി സെൽഷ്യസിൽ 10 മിനിറ്റാണ് പ്രീ ഹീറ്റ് ചെയ്യുന്നത്. ഇനി നമുക്കിത് ഓവനിലേക്ക് വെച്ച് കൊടുക്കാം. ഓരോരുത്തർ ഓവൻ അനുസരിച്ച് ടൈം അങ്ങോട്ടും ഇങ്ങോട്ടും ചേഞ്ച് ആവാം. എനിക്കിവിടെ 1 മണിക്കൂറാണ് സാധാരണ എടുക്കാറുള്ളത്. തന്തൂരി ചിക്കൻ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം. എല്ലാവരും ഈ റെസിപ്പി വീട്ടിലൊന്ന് തയ്യാറാക്കി നോക്കണം. ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ.